2025 മലയാള സിനിമയ്ക്ക് വസന്തകാലമായിരുന്നല്ലേ. 50 കോടി, 100 കോടി, 200 കോടി, 300 കോടി ക്ലബിലെത്തി ലോക ടോപ്പ് 1-ൽ നിൽക്കുകയാണ്. 2026 തുടങ്ങുമ്പോൾ തന്നെ ഒരുപിടി നല്ല നല്ല സിനിമകളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. അവസാനം ഇപ്പോൾ തിയേറ്ററിൽ സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ 2 10 ദിവസം കൊണ്ടാണ് സിനിമ 200 കോടി ക്ലബിലെത്തിയിരിക്കുന്നത്. വളരെ തുച്ഛമായ ബഡ്ജറ്റിലെടുത്തൊരു സിനിമ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ഒരു പക്ഷേ ചിലപ്പം 300 കോടി ക്ലബിലേക്ക് അല്ലെങ്കിൽ ലോകയുടെ റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലേക്ക് സിനിമ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോഴത്തെ ഒരു കളക്ഷൻ ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഭാഷാ ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദുരന്തർ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും കളക്ഷൻ നേടുന്ന ഒരു സിനിമയായിട്ട് മാറിയിരിക്കുന്നത്. 3000 കോടിക്ക് അടുത്താണ് സിനിമ ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ്. മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാമനുഷ്യൻ, നടന വിസ്മയം അവതരിപ്പിച്ച ബ്രഹ്മയുഗം എന്നൊരു സിനിമ അത് മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു നേട്ടമാണ് നമുക്ക് ആ ഒരു സിനിമ നേടിത്തന്നത്. അതും 2025 ആ ഒരു അവസാന ടൈമിലാണ് നമുക്ക് ആ ഒരു നേട്ടം കൈവരിച്ചത്. ഇനി നമ്മൾ ഒരുപിടി പുതിയ സിനിമകൾക്ക് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗിലാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് പാട്രിയറ്റ് എന്നുള്ള സിനിമ. മമ്മൂക്ക, ലാലേട്ടൻ, മഹേഷ് നാരായണൻ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ഫഹദ് ഫാസിൽ, അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ മെയ് 1-ാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ്. ആ സിനിമയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിനകത്ത് വരുന്നുണ്ട്. സിനിമയിൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക പ്രൊമോഷൻ പ്രോഗ്രാമായിട്ടാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് വന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സിനിമ വാഴ എന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്തിട്ടുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റാണ് കണ്ണൻ. അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. എന്തായാലും അദ്ദേഹം മമ്മൂക്കാക്കും നമ്മുടെ രമേശ് പിഷാരടിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ വൈറലാവുന്നുണ്ട്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ അദ്ദേഹത്തിന്റെ സഹജീവികളോടും സഹപ്രവർത്തകരോടും ഒക്കെ അദ്ദേഹം ഇടപഴകുന്ന രീതികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആശ്വാസമൊക്കെ ആയി നമുക്ക് പലപ്പോഴും നമ്മളൊരു ദൈവതുല്യനെ പോലെയൊക്കെ നമ്മൾ സാധാരണ അദ്ദേഹത്തെ കാണാറുണ്ട് അല്ലെ. എന്തായാലും നമുക്കവിടെ ഏറ്റവും പുതിയ സിനിമയാണ് പാട്രിയോട്ട്. മെയ് 1-ാം തീയതിയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. ആ സിനിമ കാണാനായിട്ടുള്ള ഒരു വലിയൊരു ആകാംക്ഷയിലാണ്. നമുക്ക് ആ ഒരു ചെറിയ ഒരു പ്രൊമോഷൻ വീഡിയോ വന്നിട്ടുണ്ട്. അതൊന്നും എന്റെ സഹോദരങ്ങൾ വിളിക്കുന്ന പോലെയാണ് ഞാനെന്നെ സംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഇച്ചക്ക, പലരും അങ്ങനെ വിളിക്കുമ്പോഴും മറ്റുള്ളവർ ചുമ്മാ അങ്ങനെ ആധികാരികമായിട്ട് വിളിക്കുമ്പോഴും എനിക്ക് എത്രത്തോളം സന്തോഷം തോന്നാറുണ്ട്. ആരും വിളിക്കുമ്പോൾ പ്രത്യേക സുഖം തോന്നാറ് എന്റെ സഹോദരങ്ങളിലാണ്. 4 പതിറ്റാണ്ടുകളെ ഞങ്ങൾ ഒന്നിച്ചത് 53 സിനിമകളിൽ, ഒന്നിച്ച് നിർമ്മിച്ചത് 5 സിനിമകൾ. ഇതൊക്കെ വിസ്മയമെന്ന് കരുതാനാവും. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോട് ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. 44 വർഷമായി നമ്മുടെ മലയാളത്തിന്റെ ലെജൻഡുകളായിട്ടുള്ള മമ്മൂക്ക, ലാലേട്ടൻ. ഏതാണ്ട് 55ഓളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ. അതില് ഒട്ടുമിക്ക സിനിമകളിൽ മമ്മൂക്ക നായകനും ലാലേട്ടൻ ഉപനായകനായിട്ടും പിന്നീട് വില്ലനായിട്ടും പിന്നെ ഒരേപോലുള്ള കഥാപാത്രങ്ങൾ ചെയ്തു വെക്കാൻ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. പാട്രിയോട്ട് എന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇരുവരുടെയും ഈ ഒരു സൗഹൃദം, ഈ സിനിമ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പോസിറ്റീവ് അടിച്ചാൽ എല്ലാ സിനിമകളുടെ റെക്കോർഡുകൾ തൂത്തുവാരി എറിയുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ അങ്ങനെ ഒരു സിനിമ തന്നെ ആയിരിക്കട്ടെ പാട്രിയോട്ട്. കാത്തിരിക്കാൻ മെയ് 1. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.